ഹായ് ഫ്രണ്ട്സ്, നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവുമുള്ള നിർമ്മിതികളുടെയും അത്ഭുതങ്ങളുടെയും കലാരൂപങ്ങളുടെയും കൊത്തുപണികളുടെയും നാടായ ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഒരിടം, അതാണ് തഞ്ചാവൂർ. 1000 വർഷം പഴക്കമുള്ള ചോള രാജാക്കന്മാരുടെ ആ അത്ഭുത നിർമ്മിതി നേരിൽ കാണാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലേക്ക് ഏറ്റവും സിമ്പിളായി എങ്ങനെ യാത്ര ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തഞ്ചാവൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രെയിൻ മാർഗം കേരളത്തിൽ നിന്നും തഞ്ചാവൂരിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാ ദിവസവും എറണാകുളത്ത് നിന്നും എടുക്കുന്ന കാരക്കൽ എക്സ്പ്രസ് വൈകിട്ട് 10:36 എറണാകുളത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തഞ്ചാവൂർ ജംഗ്ഷനിൽ എത്തുന്നതാണ്. ബുധനാഴ്ച മാത്രം ഓടുന്ന വേളാങ്കണ്ണി എക്സ്പ്രസും ലഭ്യമാണ്. അത് വൈകിട്ട് 11:50 എടുത്ത് പിറ്റേ ദിവസം വൈകിട്ട് 3:30 തഞ്ചാവൂരിൽ എത്തുക. 14 മണിക്കൂറത്തെ ദൈർഘ്യം ഓട്ടത്തിനുണ്ട്. കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർ നേരത്തെ പറഞ്ഞ ട്രെയിനുകൾ ലഭ്യമാകുന്ന രീതിയിൽ ചേഞ്ച് ഓവർ ചെയ്ത് വണ്ടി കയറുകയോ അതല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറി അവിടെ നിന്നും ട്രെയിൻ തഞ്ചാവൂരിലേക്ക് ബുക്ക് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഫ്രഷ് അപ്പ് ആകുന്നവർക്ക് അതിനുള്ള സൗകര്യം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ലഭ്യമാണ്. അതല്ലാത്തവർക്ക് ലോഡ്ജുകളും റൂമുകളും പരിസര പ്രദേശങ്ങളിലും ചുരുങ്ങിയ ചെലവിൽ തന്നെ ലഭ്യമാണ്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബിഗ് ടെമ്പിളിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അത് ബസ് കയറി പോവുകയോ ഓട്ടോ വിളിച്ചു പോവുകയോ ചെയ്യാവുന്നതാണ്. റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ബസ് ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് ലഭിക്കും. അവിടെ നിന്നും ബിഗ് ടെമ്പിളിലേക്ക് വീണ്ടും ബസ് കയറാവുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബിഗ് ടെമ്പിളിന്റെ സമീപത്തേക്ക് ബസ് മാർഗം എത്തിയ ഞാൻ അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്നും രുചികരമായ ചായ കുടിക്കുമ്പോൾ ദൂരെ കാണുന്ന ബിഗ് ടെമ്പിളിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ടെമ്പിളിനകത്ത് വാസ്തുവും അതുപോലെ കൊത്തുപണികളും ധാരാളമുള്ളതിനാൽ സന്ദർശനത്തിന് കൂടുതൽ സമയം എടുക്കുന്നതിനാൽ ഭക്ഷണം കഴിച്ചിട്ട് എത്തുന്നതാണ് ഏറ്റവും ഗുണകരം. സമീപ പ്രദേശത്ത് ഹോട്ടലുകളുടെ ലഭ്യത കുറവായതിനാൽ വരുന്ന വഴി ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുനെസ്കോയുടെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ടെമ്പിളിൻ്റെ സന്ദർശന സമയം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8:30 മണി വരെയാണെങ്കിലും ക്ഷേത്രത്തിനകത്തേക്ക് കയറാനുള്ള സന്ദർശന സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8:30 മണി വരെയുമാണ്. പൂജകൾക്കും മറ്റും പൂ ആവശ്യമുള്ളവർക്ക് വാങ്ങുന്നതിനായി പൂ കച്ചവടക്കാർ ധാരാളം ടെമ്പിളിൻ്റെ മുൻവശത്ത് തന്നെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാനുള്ള പ്രധാന പ്രവേശന കവാടം. നിലത്ത് വളരെ മനോഹരമായി കരിങ്കൽ പാളികൾ വിരിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ ചൂടേറ്റ് കാലിൽ പൊള്ളലേൽക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ വിശാലമായി തന്നെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതിൽ ചവിട്ടി വേണം നമ്മൾ പ്രധാന കവാടം കടന്ന് മുന്നോട്ട് നീങ്ങാൻ. ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഒന്നുകിൽ അതിരാവിലെയോ അതല്ലെങ്കിൽ വൈകിട്ടോ സന്ദർശനം പ്ലാൻ ചെയ്യാവുന്നതാണ്. 10 വർഷത്തിലധികം സമയമെടുത്ത് പണി കഴിപ്പിച്ച ഈ ടെമ്പിൾ ചോള സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാന മുതൽക്കൂട്ടായിരുന്നു. ഈ ടെമ്പിളിനെ കുറിച്ചുള്ള ചെറിയൊരു ചരിത്രവും ഇതിൻ്റെ നാൾവഴികളും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭൂപ്രകൃതിയുടെയും അമ്പലത്തിൻ്റെയും ചെറിയൊരു ബ്ലൂ പ്രിൻറ്റും ഇതിൻ്റെ മുന്നിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ പാദരക്ഷകൾ അണിയാൻ പാടുള്ളതല്ല. ആയതിനാൽ തന്നെ അവ അയച്ച് സൂക്ഷിക്കാനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. AD 1010 അഥവാ 1000 വർഷം മുന്നേ ചോള സാമ്രാജ്യം പണി കഴിപ്പിച്ച ഈ അമ്പലം തമിഴ്നാട്ടുകാർ പെരിയ കോവിലെന്നും ബിഗ് ടെമ്പിളെന്നും ബൃഹദീശ്വര ടെമ്പിളെന്നും വിളിക്കുന്നു. 1000 വർഷം മുന്നേ ഒരു ശാസ്ത്രമോ ടെക്നോളജിയോ ഇന്നത്തെ രീതിയിലുള്ള ഒരു സംവിധാനങ്ങളോ നിലനിൽക്കാത്ത കാലത്ത് ചുറ്റുവട്ടത്തുനിന്നും 100 കിലോമീറ്റർ ചുറ്റുവട്ടത്തുനിന്നും കരിങ്കൽ പാളികളില്ലാത്ത ഒരു പ്രദേശത്ത് നിന്നും എങ്ങനെ 1,00,000 ടണ്ണിലധികം ഭാരമുള്ള കരിങ്കൽ കഷ്ണങ്ങൾ, കരിങ്കൽ ഭിത്തികൾ ഈ അമ്പല നിർമ്മാണത്തിനായി എത്തിച്ചു എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. ടെമ്പിളിൻ്റെ മെയിൻ അകത്തളത്തിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടത്തിൽ ചെക്കിങ്ങും അതുപോലെ തന്നെ കർശനമായ പരിശോധനയും ഉണ്ട്. നമ്മുടെ കയ്യിൽ വീഡിയോ ക്യാമറയോ മറ്റ് ക്യാമറകളോ ഉണ്ടോ എന്നവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അതിനു പുറമെ റീൽസും വീഡിയോയും എടുക്കരുത് എന്നും പറയുന്നുണ്ട്. അതേസമയം മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാം എന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്.
പ്രവേശന കവാടവും കടന്ന് പ്രധാന അകത്തളത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നേരെ തെളിയുന്നതാണ് ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയും അതുപോലെ തന്നെ വിമാനഗോപുരം എന്നറിയപ്പെടുന്ന നിർമ്മിതിക്ക് മുകളിൽ ഒറ്റക്കല്ലിൽ സ്ഥാപിച്ചിട്ടുള്ള മകുടവും അഥവാ തായ്ക്കുടവും. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ടെമ്പിളുകളിൽ ഒന്നായ ഈ ടെമ്പിളിലേക്ക് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് സന്ദർശനത്തിനായും പൂജകൾക്കായും എത്തുന്നത്. വാസ്തുകലകളുടെയും കൊത്തുപണികളുടെയും മഹാ അത്ഭുതമായ ഈ നിർമ്മിതി എങ്ങനെ നിർമ്മിച്ചുവെന്നോ 1,00,000-ലധികം ടൺ ഭാരമുള്ള കരിങ്കൽ പാളികൾ എങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചുവെന്നോ ഇന്നും ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. ഈ ഒരു വിമാനഗോപുരത്തിൻ്റെ മുകളിലേക്ക് ഒറ്റ ശിലയിൽ തീർത്തിട്ടുള്ള 80 ടൺ ഭാരമുള്ള മകുടം എങ്ങനെ ഉയർത്തി മുകളിൽ സ്ഥാപിച്ചു എന്നുള്ളതും ഇന്ന് അത്ഭുത കഥകളായി നിലനിൽക്കുന്നു. ഈ നിർമ്മിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നേരത്തും ഇതിന് നിഴലില്ല, നിഴൽ ഭൂമിയിൽ തട്ടില്ല എന്നുള്ളതാണ് ഒരു മഹാ അത്ഭുതമായി ഇന്നും നിലകൊള്ളുന്നത്. ഈ തായ്കുടത്തിൻ്റെ മാതൃകയും നിർമ്മാണ രീതിയും തഞ്ചാവൂരിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കൂടിയാണ്. തഞ്ചാവൂരിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും റോഡുകളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും ഓരോ നിർമ്മിതിക്ക് മുകളിലും ഇതിൻ്റെ ചെറിയ രൂപങ്ങളും വലിയ രൂപങ്ങളും കൊത്തുപണിതിട്ടും വാർത്ത രൂപത്തിലും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തിനും അതുപോലെ തന്നെ ഭരതനാട്യത്തിനും ഒരുപാട് സംഭാവനകൾ ചെയ്ത തഞ്ചാവൂർ ഇന്നും അതിൻ്റെ കേളിക്കും പെരുമക്കും വലിയ മാറ്റാണ് ചാർത്തുന്നത്. ചരിത്ര അന്വേഷികൾക്കും കൊത്തുപണികളെക്കുറിച്ചും നിർമ്മാണ രീതികളെക്കുറിച്ചും ആർക്കിയോളജിക്കൽ സർവേ പഠന വിഭാഗങ്ങൾക്കും ഇന്നും ഈ തഞ്ചാവൂർ നിർമ്മിതി ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. രാത്രി സമയങ്ങളിൽ ലൈറ്റിൽ പൊതിഞ്ഞ ടെമ്പിളിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കൂടുതൽ ആളുകൾ എത്തുന്നതും ഈ സമയത്ത് തന്നെയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ വൈകിട്ടുള്ള ട്രെയിനിൽ നമുക്ക് നാട്ടിലേക്ക് മടങ്ങാവുന്നതാണ്. തഞ്ചാവൂരിലെ മറ്റു കാഴ്ചകളും അനുഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.